അപ്പോൾ ചങ്ങായിമാരെ നമ്മളെ ഈ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഈ ഒരു സ്ഥലം വളരെ ഭംഗിയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ അക്വേറിയൊക്കെ ക്ലീൻ ആക്കി അതിൽ മീനിടുന്നു, അതുപോലെ തന്നെ ഇവിടെ ഈ കട്ട പതിച്ചതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പേൾ ഗ്രാസ്, ഇവിടെ ഗ്രാസ് വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഗ്രാസ് വിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷീറ്റ് വേണം. അപ്പോൾ ഞാൻ ഒരൊറ്റ ഷീറ്റാട്ടോ വാങ്ങിയത്. ഈ ഒരൊറ്റ ഒന്ന് തന്നെ ഇതുകൊണ്ട് തന്നെ ഫുള്ള് നമ്മൾ നട്ട് പിടിപ്പിക്കുകയാണ്. മൊത്തത്തിൽ ഒറ്റടിക്ക് വിരിക്കുന്നില്ല, ഇങ്ങനെ ചെറു ഇതായിട്ട് മൊത്തത്തിലൊന്ന് നട്ട് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലീനാക്കി നല്ല രീതിയിൽ നമ്മൾ ആ കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെ വെട്ടി ഒതുക്കി ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു പേൾ ഗ്രാസ് ആണ് അതിലേ വിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പേൾ ഗ്രാസ് ഇതിൽ നിന്ന് ഇങ്ങനെ പിച്ചെടുക്കുക കേട്ടോ. ഓരോ ഭാഗങ്ങളും വേരോട് കൂടി ഇങ്ങനെ ഇതുപോലെ പിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ അതുപോലെ അതിൽ നിന്ന് പിച്ചെടുത്താ കേട്ടോ. ഒരുപാട് ഒക്കത്തിനും വേര് കളയാതെ വേരോട് കൂടി എടുത്തിട്ട് അതൊക്കെ കട്ട് ചെയ്ത് ഓരോ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഇത് നാറ് നടും പോലെ നടാട്ടോ. ഇതുപോലെ ഓരോന്നും വേരുള്ളിടത്ത് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ അത് നട്ടുപിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തതൊക്കെ ഇതുപോലെ ചെറിയ കുഴികളാക്കിയിട്ട് അവിടെ ഓരോന്നായിട്ട് ഓരോ കഷ്ണങ്ങളും ഇതുപോലെ നട്ടുപിടിപ്പിക്കട്ടോ. ഇത് ഞാൻ ഓൾറെഡി നമ്മൾ പേൾ ഗ്രാസ് നമ്മുടെ മതിലിൻ്റെ മുന്നിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷീറ്റ് വാങ്ങിയിരുന്നു. അപ്പോൾ അതവിടെ മൊത്തം തേഞ്ഞ് അതിലൊറ്റ ഷീറ്റ് മാത്രമേ ബാക്കിയുള്ളായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഷീറ്റ് വാങ്ങാൻ ആവില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഇതുപോലെ നട്ട്. കുറച്ച് ടൈം പിടിക്കും, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫില്ലായി വരണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കും. എങ്കിലും സാധനം നമുക്ക് വിചാരിച്ച മാതിരി തന്നെ കിട്ടും കേട്ടോ. കുറച്ച് ടൈം പിടിക്കുക എന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇനി വാങ്ങാനാവില്ല എന്ന് കരുതിയിട്ട് ഇതുപോലെ നടാന്ന് വിചാരിച്ചാ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഇതിൻ്റെ ഒന്നാം പാർട്ട് വീഡിയോ ആരെങ്കിലും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ എന്തായാലും ഹൈപ്പ് എന്തായാലും ചെയ്യണം കേട്ടോ. ലൈക്കും ചെയ്യണം, ഹൈപ്പും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടും രേഖപ്പെടുത്തട്ടോ. അപ്പം ഫുള്ള് നമ്മൾ ഏകദേശമൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഫുള്ള് ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിതാ ഇവിടെ എൻ്റെ അടുത്തുള്ള ഒരു പഴയ സൈക്കിളാട്ടോ. അതപ്പോൾ ഇത് അതിൻ്റെ അവിടെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട്. ഈ സൈക്കിൾ മൊത്തത്തിൽ വൈറ്റ് കളറാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഇടയിൽ നമുക്ക് ചെടിയും അതുപോലെ തന്നെ ഇതും ഈ ഒരു സൈക്കിളും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മുടെ സൈക്കിള് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചങ്ങന്മാരെ, ഇപ്പം നമ്മളെ പുല്ല് നട്ടിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞു കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പം തന്നെ നല്ല മഴയൊക്കെ അതിൻ്റെ ഇടയിൽ പെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെ ഓരോന്നും ഫില്ലായി വരുന്നുണ്ട്. ഇങ്ങനെ നീണ്ട് അതിൽ നിന്നൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏകദേശമൊക്കെ ഫില്ലായി വരുന്നുണ്ട്. നമ്മുടെ പുല്ലവിടെ നല്ല രീതിയിൽ പിടിച്ച് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിൽ നമ്മളെ സൈക്കിൾ അവിടെ വെക്കണം. അതുപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ അതാ ചങ്ങന്മാരെ, നമ്മളെ സൈക്കിള് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അവിടെ കയറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണ് വെക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ആദ്യം കിട്ടിയില്ല കേട്ടോ. ആദ്യം ഒന്ന് ഇവിടെ വെച്ച് നോക്കി, 2-3 സ്ഥലത്ത് ഞാൻ വെച്ച് നോക്കി. ആദ്യം ഒന്ന് ഇവിടെ വെച്ച് പിന്നീടൊന്ന് മുന്നിലേക്കൊന്ന് വെച്ച് നോക്കി. അപ്പോൾ എവിടെയാണ് വെക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. അവസാനം ഞാൻ ഇവിടെ തന്നെ ഒന്ന് ഫിക്സ്ഡ് ആക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടെ അലോക്കേഷ്യ കുറേ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കാണാം കേട്ടോ, ഇവിടെ നമ്മുടെ കേലഡിയം എന്ന് പറയുന്ന ഈ ഒരു പുള്ളിച്ചേമ്പും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ 2 ഐറ്റം ഇത് ഇവിടെ നമ്മുടെ പറമ്പിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായതാട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് പറിച്ച് ചട്ടിയിലാക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതിൽപ്പെട്ട തന്നെ ചുവപ്പും വെള്ളയും പുള്ളിയുള്ള ഒരു അലോക്കേഷ്യയും അവിടെ കണ്ടിട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പറിച്ചെടുത്തിട്ടോ. അപ്പോൾ രണ്ടും നമ്മുടെ പറമ്പിൽ കണ്ടപ്പോൾ എനിക്ക് ചട്ടിയിലേക്ക് നടാന്ന് കരുതി 2 പറിച്ചിട്ടോ. അങ്ങനെ ചട്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു കന്നാസാട്ടോ. ഇത് ഒരുപാട് കന്നാസ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ കത്തി ചൂടാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇത് ഒരു ചെടിച്ചട്ടിയാക്കി ഉപയോഗിക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ അതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് നമ്മുടെ പുള്ളിച്ചേമ്പ് ഇതിൽ നട്ട് വെക്കാമെന്ന് കരുതിട്ടോ.
അപ്പോൾ നമ്മൾ അടുത്തുള്ള ചെടികളും അതുപോലെ തന്നെ നമ്മളിപ്പം പറിച്ച പുള്ളിച്ചെമ്പ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നട്ടിട്ട് ആ ഒരു ചെടിച്ചട്ടി ഇതുപോലെ ഈ ചുമരിൻ്റെ അരിക്കായിട്ട് ഇങ്ങനെ ഓരോന്ന് വെയിറ്റ് വെച്ച് നോക്കുകയാണ്. അപ്പം അത് ഓരോന്നും എവിടെ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി, എങ്ങനെയൊക്കെ വെക്കുന്നത് ഓരോന്നും വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇവിടെ താൽക്കാലികമായിട്ട് എൻ്റെ അടുത്തുള്ള ചെടികൾ തന്നെ വെക്കുക കേട്ടോ. നമുക്ക് നല്ല നല്ല ചെടികളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇപ്പോൾ താൽക്കാലികമായിട്ട് എൻ്റെ അടുത്തുള്ള ചെടികളും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആ ഒരു ചുമരിൻ്റെ അരിഭാഗം ഫില്ലാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓരോന്നും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കി അതിൻ്റെ ഒരു ഭംഗി എങ്ങനെയാണ് എവിടെ വെക്കുമ്പോഴാണ് നോക്കിയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ഓരോന്നും അതിൻ്റേതായ ഭാഗത്ത് നമ്മൾ വെച്ച് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെച്ച് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളെ കയ്യിലുള്ള ചെടികളാണ് വെച്ചത്. അപ്പോൾ നമുക്ക് നല്ല നല്ല ചെടികളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ അവിടെയൊക്കെ മാറ്റിയിട്ട് അത് അങ്ങോട്ടൊക്കെ വെക്കാം. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മുടെ നമ്മുടെ സൈക്കിളിൻ്റെ കൊട്ടയിലേക്കുള്ള ചെടിയും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ്. അപ്പോൾ ഇതിൽ നല്ല കുറച്ചും കൂടി വലുപ്പം വെച്ച് അതിൽ ഫ്ലവറൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ആ ഒരു സൈക്കിളിൻ്റെ ആ കൊട്ട കാണാൻ. അപ്പോൾ എല്ലാം നമ്മൾ വെച്ച് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിൽ പേൾ ഗ്രാസും കൂടി ഫുള്ളായിട്ട് ഫില്ലായി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു ഏരിയ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഭംഗി കാണണമെങ്കിൽ ആ പേൾ ഗ്രാസും കൂടി ഒന്ന് ഫില്ലാവാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ കട്ടമ്പലൊക്കെ ആകെ ചളിയായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാനുണ്ട്. അപ്പം ഈ ഒരു ഏരിയയിലുള്ള നമ്മുടെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി അത് നനച്ചു കൊടുത്ത ആ ഒരു ഇത് ഫില്ലാവാനുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിൻ്റെ പണിയും കഴിഞ്ഞ് അക്വേറിയം ക്ലീൻ ആക്കി അതിൻ്റെ ലീക്കേജ് മാറ്റി അതിലേക്ക് മീനിനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയും കൂടി നമുക്ക് ക്ലിയർ ആക്കാൻ കേട്ടോ. ഇതിലാണ്ട് ഒരു അരുവിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ അലങ്കോലായി എടുക്കണം, അതൊക്കെ വെട്ടി ഇവിടെയും നമുക്ക് പേൾ ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഏരിയയും കൂടി നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അള്ളാ നമുക്ക് ഇനി അതാണ് അടുത്ത വീഡിയോ. അപ്പം ഈ ഒരു ഏരിയ നമുക്ക് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മുടെ അവിടുത്തെ പരിപാടിയും കൂടി കഴിയുമ്പോഴത്തേനൊക്കെ ഏകദേശമൊക്കെ ഫില്ലാവും എന്ന് വിചാരിക്കുന്നു. എങ്കിലും അത് ഫില്ലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം താൽക്കാലികമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം കേട്ടോ. ഇതിൽ ഈ സൈക്കിൾ അവിടുന്ന് മുന്നോട്ടോ എങ്ങോട്ടും മാറ്റണമെന്നോ, അതുപോലെ തന്നെ ചെടികളൊക്കെ നമുക്ക് ഇനിയും നല്ല ചെടികൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് മാറ്റി നടാം. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മുടെ കയ്യിലുള്ള ചെടികൾ വെച്ചതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. വീഡിയോ എന്തായാലും നിങ്ങൾ ഹൈപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.